നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വരുന്ന 3 മണിക്കൂറിൽ കേരളത്തിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ്. മാത്രമല്ല, വരുന്ന 5 ദിവസം മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് മഞ്ഞ അലർട്ടിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാത്രമല്ല, വരുന്ന 3 മണിക്കൂറിൽ തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് 3 മണിക്കൂർ മാത്രമുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട്. ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മാത്രമല്ല, മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായി കാറ്റിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 1, 2, 3 തീയതികളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എപ്പോഴും പറയാറുള്ളത് പോലെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക. പ്രത്യേകിച്ച് അത് വീട്ടിലെ ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. മാത്രമല്ല, പുറത്ത് നിൽക്കാതിരിക്കുക. ഇത്തരത്തിൽ ഇടിമിന്നൽ സമയത്ത് പാലിക്കേണ്ട ചില കാര്യങ്ങൾ, ജാഗ്രതാ നിർദ്ദേശമൊക്കെ പാലിച്ച് വളരെ സുരക്ഷിതരായി തന്നെ ഇരിക്കുക. പ്രത്യേകിച്ച് 3-ാം തീയതി വരെ ഇത്തരത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വളരെ ജാഗ്രതയോടെ ആയിരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യൻ്റെ മൃഗജാലങ്ങളുടെയും ഒക്കെ ജീവന് ഭീഷണിയാണ്. പ്രത്യേകിച്ച് ഇടിമിന്നലുള്ള സമയത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് നമ്മളുടെ ജീവന് വരെ ആപത്താണ്. അപ്പോൾ ഈ ഒരു വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്ക് വലിയ നാശനഷ്ടം സൃഷ്ടിക്കും. അതുകൊണ്ട് പൊതുജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും ഒരിക്കലും വിട്ടു നിൽക്കരുത്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പ് കൂടി മുന്നിലുള്ളത് കൊണ്ട് വളരെ ജാഗ്രതയോടെ ആയിരിക്കുക. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് സുരക്ഷിതരായിരിക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.